ശ്ലോകങ്ങൾ അനുസരിച്ച് 18 നിമിഷങ്ങൾ ചേർന്നതാണ് ഒരു കാഷ്ഠ. ഈ കാഷ്ഠകൾ ചേർന്നാണ് ഒരു കലയുണ്ടാകുന്നത്. ഈ കലകൾ ചേരുമ്പോൾ ഒരു മുഹൂർത്തമായി മാറുന്നു. 30 മുഹൂർത്തങ്ങൾ ചേർന്നാണ് ഒരു പകലും രാത്രിയും ഉണ്ടാകുന്നത്. ഈ 30 മുഹൂർത്തങ്ങളിൽ വെച്ച് ഏറ്റവും അത്ഭുതകരവും അവിശ്വസനീയമായ ഫലങ്ങൾ നൽകുന്നതുമായ മുഹൂർത്തം ബ്രഹ്മമുഹൂർത്തം അഥവാ അമൃതവേള എന്ന് അറിയപ്പെടുന്നു. സൂര്യോദയത്തിന് കൃത്യം 1 മണിക്കൂറും 36 മിനിറ്റും മുമ്പുള്ള ആ സമയം വളരെ നിഗൂഢവും അത്ഭുതകരവുമാണ്. ഈ സമയത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ പോലും അമ്പരന്നു പോകും. മനുഷ്യ സമൂഹത്തിനു വേണ്ടി രചിക്കപ്പെട്ട മനുസ്മൃതിയിൽ പോലും മഹർഷി മനു പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ധ്യാനം, മെഡിറ്റേഷൻ ചെയ്യുകയും വേദങ്ങൾ പഠിക്കുകയും വേണം എന്നാണ്. ഇത്രയും വലിയ ഒരു മഹർഷി കഠിനമായ വേദങ്ങൾ പഠിക്കാൻ ബ്രഹ്മമുഹൂർത്തം തിരഞ്ഞെടുക്കാൻ പറഞ്ഞതിനു പിന്നിൽ ശക്തമായ ഒരു കാരണം തീർച്ചയായും ഉണ്ടാകും. നിങ്ങൾ കണ്ടതുപോലെ ഒരു രാത്രിയും പകലും ചേർന്ന് 30 മുഹൂർത്തങ്ങളുണ്ട്. അവ ഇവയാണ്: രുദ്ര, ആഹി, മിത്ര, പിതൃ, വസു, വര, വിശ്വദേവ, വിധി, സാഖി, പൂർവഹത്, വഹി, നക്താംഗര, വരുണ, ആര്യമാൻ, ഭഗ, ഇസ, അജപദ്, അഹിർബുജ്ഞ, പൂഷൻ, അഗ്നി, വിധാതൃ, കണ്ഡ, അതിഥി, ജീവ, വിഷ്ണു, അദീതി, ബ്രഹ്മ, സമുദ്ര. ഈ മുഹൂർത്തങ്ങളെല്ലാം 48 മിനിറ്റ് നീണ്ടുനിൽക്കുന്നവയാണ്. സൂര്യോദയത്തിനു തൊട്ടുമുമ്പുള്ള 2 മുഹൂർത്തങ്ങളാണ് ബ്രഹ്മമുഹൂർത്തം, ബ്രഹ്മ. അതിനുശേഷം വരുന്ന സമുദ്രമുഹൂർത്തം, സമുദ്ര. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 2 മുഹൂർത്തങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 1. ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തം എന്നാൽ ബ്രഹ്മാവിന്റെ സമയം അഥവാ പ്രപഞ്ചത്തിന്റെ സമയം. ഈ സമയത്ത് പ്രപഞ്ചത്തിൽ അവിശ്വസനീയമായ അത്ഭുതകരമായ ശക്തിയുള്ള രഹസ്യ ഊർജ്ജങ്ങൾ ഒഴുകുന്നുണ്ട്. ഇതിനെ നിങ്ങളുടെ രീതിയിൽ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും നാളെ മുതൽ എഴുന്നേൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾക്ക് എത്രത്തോളം നല്ലതാണോ അത്രത്തോളം അപകടകരവുമായേക്കാം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. സൂര്യോദയത്തിന് കൃത്യം 96 മിനിറ്റ്, 1 മണിക്കൂറും 36 മിനിറ്റും മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്നത്. സാധാരണയായി ഇത് ഏകദേശം പുലർച്ചെ 4 മണി മുതൽ രാവിലെ 6 മണി വരെയാണ്. കൃത്യമായ സമയം എങ്ങനെ കണക്കാക്കാം? നിങ്ങൾക്ക് കൃത്യമായ സമയം കണക്കാക്കണമെങ്കിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിൻ തുറന്ന് നിങ്ങളുടെ സ്ഥലത്തെ സൂര്യോദയ സമയം, സൺറൈസ് ടൈം ഇൻ യുവർ ലൊക്കേഷൻ തിരയുക. ഉദാഹരണത്തിന്, ഞാൻ സൺറൈസ് ടൈം ഇൻ ഗുവാഹത്തി എന്ന് തിരയുന്നു. ഈ സൂര്യോദയ സമയത്തിൽ നിന്ന് നിങ്ങൾ 96 മിനിറ്റ് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്ന സമയം. ആ സമയം മുതൽ അടുത്ത 48 മിനിറ്റ് വരെ ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയമാണ്. 2. ബ്രഹ്മമുഹൂർത്തം ശക്തിയുള്ളതാക്കുന്നത് എന്തുകൊണ്ട്? 30 മുഹൂർത്തങ്ങളിൽ വെച്ച് ബ്രഹ്മമുഹൂർത്തത്തെ ഇത്രയും ശക്തിയുള്ളതാക്കി മാറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1. ശക്തമായ ഊർജം, പവർഫുൾ എനർജി. നമ്മുടെ ശരീരത്തിൽ ആകെ 72,000 നാഡികളുണ്ടെന്നാണ് കണക്ക്. ചില ഗ്രന്ഥങ്ങളിൽ ഇത് 3.5 ലക്ഷം വരെ പറയുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട നാഡികളാണ് ഇട, പിംഗള, സുഷുമ്ന എന്നിവ. ഒരു സാധാരണ മനുഷ്യനിൽ ഇടത് നാഡിയും പിംഗള, വലത് നാഡിയും മാത്രമാണ് കൂടുതലായി പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ വിരൽ മൂക്കിനടിയിൽ വെച്ച് നോക്കൂ. ഏത് നാസാരന്ധ്രത്തിലൂടെയാണ് കൂടുതൽ ശ്വാസം പുറത്തേക്ക് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. 99% ആളുകളിലും നാസാരന്ധ്രം മാത്രമേ കൂടുതൽ സജീവമായിരിക്കൂ. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങളുടെ ഇടയും പിംഗളയും ഒരേ സമയം സജീവമാകുന്നു. ഇത് നമ്മുടെ കുണ്ടലിനി ശക്തി ഉണർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ ധ്യാനം, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സുഷുമ്ന നാഡി കൂടി ഉണരുകയും അത് മൂലാധാര ചക്രത്തിൽ നിന്ന് സഹസ്രാര ചക്രം വരെ പ്രവഹിക്കാനും തുടങ്ങുന്നു. അതുകൊണ്ടാണ് സാധുക്കളും യോഗികളും ഈ സമയത്ത് എഴുന്നേറ്റ് ധ്യാനം ചെയ്യുന്നത്. ഒരു മുന്നറിയിപ്പ്: ഇടയും പിംഗളയും ഒരേ സമയം സജീവമാകുന്നത് കുണ്ടലിനി ശക്തിക്ക് വളരെ പ്രധാനമാണ്. എങ്കിലും കുണ്ടലിനി ശക്തി ഉണർത്താൻ ഒരു ഗുരുവിന്റെ മേൽനോട്ടത്തിൽ മാത്രം ശ്രമിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഫലം നൽകിയേക്കാം. നമ്പർ 2. വാതദോഷത്തിന്റെ സന്തുലിതാവസ്ഥ. നമ്മുടെ ഈ ഭൂമിയും നമ്മുടെ ശരീരവും പഞ്ചമഹാഭൂതങ്ങൾ ആകാശം, വായു, ജലം, അഗ്നി, പൃഥ്വി ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 5 തത്വങ്ങൾ ചേർന്നാണ് നമ്മുടെ ശരീരത്തിലെ 3 പ്രധാന ദോഷങ്ങൾ, ത്രിദോഷങ്ങളുണ്ടാകുന്നത്: വാതം, പിത്തം, കഫം. ഈ ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാതദോഷം. വാതദോഷം അസന്തുലിതമാകുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ഉത്കണ്ഠ, ഭയം, ഒറ്റപ്പെടൽ തുടങ്ങിയ വികാരങ്ങളുണ്ടാകുന്നു. ആയുർവേദമനുസരിച്ച് പുലർച്ചെ രാത്രി 2 മണി മുതൽ രാവിലെ 6 മണി വരെ നമ്മുടെ ശരീരത്തിൽ വാതദോഷത്തിന്റെ അളവ് ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മുടെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, ശ്രദ്ധ, കോൺസെൻട്രേഷൻ, ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് എന്നിവ ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കുന്നത്.
ഈ സമയത്ത് നമ്മൾ കൂടുതൽ സർഗാത്മകമായ ജോലികൾ ചെയ്യണം. ഇത് നമ്മുടെ വാതദോഷത്തെ സന്തുലിതമാക്കാൻ സഹായിക്കും. നമ്പർ 3. ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ. നമ്മളും നമ്മുടെ തലച്ചോറും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുപോലെ നമ്മളും ഈ പ്രപഞ്ചവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും. ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ചിന്തയോ ആശയമോ പ്രപഞ്ചത്തിലേക്ക് നൽകിയാൽ ആ ചിന്ത യഥാർത്ഥ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം വളരെ കുറഞ്ഞ സമയമേ എടുക്കൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൂടുതൽ ട്രാഫിക്കുള്ള ഒരു വഴിയിലൂടെ പോയി ലക്ഷ്യത്തിലെത്താൻ സമയം കൂടുതലെടുക്കും. എന്നാൽ ട്രാഫിക് കുറഞ്ഞ വഴിയിലൂടെ പോയാൽ വളരെ വേഗമെത്താം. അതുപോലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് മിക്കവാറും എല്ലാവരും ഉറങ്ങുകയായിരിക്കും. ഈ സമയം പ്രപഞ്ചത്തിൽ ചിന്തകൾ, വിചാരങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ഉണർന്ന് നിങ്ങളുടെ ചിന്തകളെ പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചാൽ പ്രപഞ്ചം അതിനെ വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നമ്പർ 4. കോസ്മിക് എനർജി, വിശ്വശക്തി. ഇതുകൂടാതെ ഈ 48 മിനിറ്റ് മുഹൂർത്തത്തെ കൂടുതൽ ശക്തമാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കോസ്മിക് എനർജി, വിശ്വശക്തി. നമ്മുടെ രാത്രി 4 കാലങ്ങളായി തിരിച്ചിരിക്കുന്നു. സൂര്യാസ്തമയം മുതൽ രാത്രി 9 മണിവരെ രുദ്രകാലം. ഈ സമയത്ത് ഒരിക്കലും ഉറങ്ങരുത്. രാത്രി 9 മണി മുതൽ അർദ്ധരാത്രി 12 മണിവരെ രാക്ഷസകാലം. ഈ സമയത്ത് ഉണർന്നിരിക്കരുത്. അർദ്ധരാത്രി 12 മണി മുതൽ പുലർച്ചെ 3 മണിവരെ ഗാന്ധർവകാലം, നമ്മൾ ഏറ്റവും ആഴത്തിൽ ഉറങ്ങുന്ന സമയം. പുലർച്ചെ 3 മണി മുതൽ രാവിലെ 6 മണിവരെ മനോഹരകാലം. ഈ സമയത്ത് നമ്മൾ തീർച്ചയായും ഉറക്കമെഴുന്നേൽക്കണം. മനോഹരകാലത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കോസ്മിക് എനർജി, വിശ്വശക്തി ഉള്ളത്. ഈ ഊർജ്ജമാണ് പ്രപഞ്ചത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഈ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കൂ. എന്നാൽ നമ്മൾ എഴുന്നേറ്റ് ധ്യാനം ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചം ധാരാളം ഊർജ്ജം നമുക്ക് നൽകുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയും കോൺസെൻട്രേഷൻ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവും മികച്ച നിലയിലായി എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ തുടങ്ങും. 3. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിന്റെ പ്രയോജനങ്ങൾ. ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞതിനുശേഷം ഇതിന്റെ പ്രയോജനങ്ങൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്കാവശ്യമെങ്കിൽ വീഡിയോ നിർത്തി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ ആധുനിക ലോകം നമ്മുടെ സംസ്കാരം മറന്നുപോയിരിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കേണ്ട സമയത്ത് ഉറങ്ങുകയും ചെയ്യുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഫ്രഷ് ആയ ശേഷം ധ്യാനം, മെഡിറ്റേഷൻ ചെയ്യാം. അല്ലെങ്കിൽ പൂജയോ ആത്മീയമായ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യാം. ഇതിനുശേഷം നിങ്ങൾക്ക് അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള തത്വങ്ങളിൽ പ്രവർത്തിക്കാം. നിങ്ങളെക്കുറിച്ചറിയാനും സ്വയം കൂടുതൽ വികസിപ്പിക്കാനുമുള്ള അവസരം ഈ സമയത്ത് ലഭിക്കുന്നു. ഇത് പുനഃസൃഷ്ടിയുടെ സെൽഫ് ക്രിയേഷൻ സമയമാണ്. 4. ബ്രഹ്മമുഹൂർത്തത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. ഈ മുഹൂർത്തത്തിൽ നിങ്ങൾ പ്ലാനിംഗ് ചെയ്യാൻ പാടില്ല. അത് അടുത്ത മുഹൂർത്തമായ സമുദ്രമുഹൂർത്തത്തിൽ ചെയ്യണം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് നെഗറ്റീവ് ചിന്തകൾ വെച്ചു പുലർത്തരുത്. ഈ സമയത്ത് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കിടുകയോ ചെയ്യരുത്. ഈ സമയത്ത് പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത്. ലൈംഗികപരമായ സെക്ഷുവൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. ഇങ്ങനെ ചെയ്താൽ ബ്രഹ്മമുഹൂർത്തം അല്ലാതായി മാറും. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ ശേഷം വീണ്ടും ഉറങ്ങാമെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ആയുർവേദത്തിൽ അത് നിഷേധിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ത്രിദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കും. 5. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എങ്ങനെ തുടങ്ങാം? ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വളരെ വൈകി ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കരുത്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. നിങ്ങൾ എഴുന്നേറ്റാലും ദിവസം മുഴുവൻ ക്ഷീണിതനായും ഉറക്കം തൂങ്ങിയുമിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തെ ക്രമേണ കുറയ്ക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ 8 മണിക്ക് എഴുന്നേൽക്കുന്നെങ്കിൽ അടുത്ത ദിവസം രാവിലെ 7 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് എഴുന്നേൽക്കുക. 3-4 ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുക. പിന്നെ രാവിലെ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് എഴുന്നേൽക്കുക. ഇങ്ങനെ പരിശീലനത്തിലൂടെ വേണം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ. പെട്ടെന്ന് സമയത്തിൽ വലിയ മാറ്റം വരുത്തരുത്. രാവിലെ എഴുന്നേൽക്കാനുള്ള ചില എളുപ്പവഴികൾ. 1. ബഹളം നിർത്തുക. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ചില ചിന്തകളും ചിത്രങ്ങളും ഇമേജസ് ഓടിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആന്തരിക ബഹളം നിങ്ങൾ നിർത്തുകയാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഉറങ്ങിപ്പോകും. 2. എല്ലാ ദിവസവും രാത്രി 9 മണിനും രാത്രി 10 മണിനും ഇടയിൽ ഉറങ്ങാൻ കിടക്കുക. 3. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് അത്താഴം കഴിക്കുക. 4. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അകറ്റി നിർത്തുക. 5. സ്ക്രീൻ ടൈം കുറയ്ക്കുക. 6. ദിവസം മുഴുവൻ കഴിയുന്നത്ര കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, ചെയ്യുക. മിനിമൽ കൺസംഷൻ. 7. ഉറങ്ങുന്നതിനു മുമ്പ് ധ്യാനം, മെഡിറ്റേഷൻ ചെയ്യുക. അവസാനം,
നിർബന്ധമായും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ഒരു ശ്ലോകം: ഉത്തിഷ്ഠത ജാഗ്രത പ്രോപ്യവരാൻ നിബോധത. എഴുന്നേൽക്കുക, ഉണരുക, ശ്രേഷ്ഠരായ ആചാര്യന്മാരെ സമീപിച്ച് സത്യം ഗ്രഹിക്കുക. ആയുർവേദ പ്രകാരം ബ്രഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷ തത്ര സർവാർത്ഥസംഖ്യാനം സർവം ഇച്ഛാ മധുസൂദന. അതായത്, രോഗങ്ങളിൽ നിന്ന് മുക്തമായി ഉത്തമമായ ആരോഗ്യം ആഗ്രഹിക്കുന്ന ഏതൊരാളും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ഇന്നത്തേക്ക് ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമുക്ക് സമുദ്രമുഹൂർത്തത്തെക്കുറിച്ച് സംസാരിക്കാം.